ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? അത് ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വലിയ ഒരു വസ്തുവാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മളെ ഉയർന്ന ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചെറിയൊരു വസ്തു നമ്മുടെ കൈ കിട്ടിയാൽ തന്നെ നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മളൊരു ലോണിന് ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്തു. ആദ്യമെല്ലാം മാനേജർ നമുക്ക് ലോൺ തരാൻ വിസമ്മതിച്ചു. കാരണം നമുക്കതിനുള്ള വരുമാനമില്ല, അത് അടയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒഴിവുകഴിവ് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ നമ്മൾ പുറകെ നടന്ന ലോൺ വാങ്ങിച്ചെടുത്തതിന് ശേഷം ആദ്യം 1-2 പ്രാവശ്യം അത് എമൗണ്ട് പേ ചെയ്തു. പിന്നീട് ആ ലോൺ മുടങ്ങിപ്പോകുമ്പോൾ ബാങ്ക് മാനേജർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അയാളെ കുറ്റം പറയാനായിട്ട് തുടങ്ങും അല്ലേ? അതൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണത്. നമ്മൾ പല വിധത്തിലുള്ള കുറ്റങ്ങൾ അയാളെ പറയും എന്നുള്ളതാണ്. പക്ഷേ ഈ കുറ്റം പറയും തോറും നമ്മളിവിടെ ഈ പ്രകൃതിയോട് നന്ദികേടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് വിശ്വസ്തതയാണ് എന്നുള്ളതാണ്. ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം ജോബ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു പാർട്ട് ടൈം ജോബാണെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ടൈം ജോബ് തന്നെ ഈ പ്രകൃതി തരുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ജോബിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നേച്ചർ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് അത് നമുക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം പലരും പല രീതിയിൽ വാങ്ങിച്ചെടുക്കുകയും പിന്നീട് അതിന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ അതിന് നന്ദികേട് അവരെ കാണിക്കുകയും അത് നമുക്ക് തിരിച്ച് തരാതിരിക്കുകയും അതുപോലെ പറ്റി നമ്മളെപ്പറ്റി അബ്യൂസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ വാക്കിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിരാവിലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഗോഡിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുള്ളതാണ്. കാരണം നമുക്ക് ഓരോ ദിവസവും മനോഹരമായ ഈ ഭൂമി കാണാനായിട്ട് ഇവിടെ ജീവിക്കാനായിട്ട് അവസരം തന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് തന്നെയാണ്, ഈ യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ മനോഹരമായ ഈ ദിവസം നമുക്ക് തന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വേണം ഓരോരുത്തരും അവരുടെ അന്നത്തെ ഡേ ലൈഫ് റൊട്ടീൻ ആരംഭിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് കയ്യിൽ ലഭിച്ചിരിക്കുന്ന എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് ടീച്ച് ചെയ്യാണ്. അതിലാദ്യം തന്നെ നമ്മൾ ഇപ്പോഴുള്ള അവസരത്തിൽ നമ്മളുടെ ജീവിതം എങ്ങനെയാണോ അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. ഒരു പക്ഷേ നമ്മൾക്കിപ്പോൾ നല്ലൊരു വാഹനമില്ലായിരിക്കാം, നല്ല ജീവിത സാഹചര്യങ്ങളില്ലായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള എല്ലാ സാഹചര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ജോലിയില്ലായ്മയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, സമ്പത്തില്ലാത്തതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അതിനുശേഷം ഇനി നമുക്ക് ഗോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് തരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നല്ലൊരു കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം ലഭിക്കാൻ പോകുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ കംപ്ലീറ്റ് മാറാൻ പോകുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പം നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നതിന് നന്ദി ദൈവമേ, ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ പദം പല രീതിയിൽ നമ്മൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ചെറിയ സഹായം ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തു നിർമ്മിക്കാനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണക്കാരുണ്ടാവും, അവർക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ്. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു റോട്ടിലൂടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാണ്. ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും പല പ്രയോജനങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാനും നമുക്ക് ആവശ്യമായ ജോബിലെ വർക്കെല്ലാം ചെയ്യാനും ആ കമ്പ്യൂട്ടറിലൂടെ കഴിയും. അപ്പോൾ ആ കമ്പ്യൂട്ടർ നിർമ്മിച്ച ആളുകൾക്ക് ആ കമ്പ്യൂട്ടറിൽ ടച്ച് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിമ്പിൾ എക്സാമ്പിളിലൂടെ അതെങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ഇപ്പോൾ നമുക്കൊരു പേന, ഒരു പുസ്തകത്തിലെ ഒരു പേജിൽ നമ്മൾ ആ പേന ഉപയോഗിച്ച് എഴുതുകയാണ്. ആ പുസ്തകം പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് നന്ദി പറയുന്നു, ആ പേനയ്ക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ
തൊട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞു കൊള്ളുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഒരു ദിവസത്തിൽ നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ദിവസത്തിലെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഉണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വേയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെന്ത് തന്നാലും അതിനെതിരെ അബ്യൂസ് ചെയ്യുന്നതും നന്ദിയില്ലാത്ത ഒരു പേഴ്സൺ ആണ് എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് റൊട്ടീൻ മാറ്റിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ അതിനെല്ലാം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ വിദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ മാർവാടികൾ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരെല്ലാം അതിരാവിലെ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് അവർ ജീവിതത്തിലെ അന്നത്തെ ഡേ ടു ലൈഫ് റൂട്ടീൻസിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള പദം വളരെ വലിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വേർഡാണെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും അവന് ജീവിത വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്.